അമ്മാമ്മേ കെട്ടഴിക്കാനുണ്ടോ? ഉണ്ടേൽ ഓടിവാ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തു കൂടി ഈയം പൂശാനുണ്ടോ? ഉണ്ടേൽ പൂശിത്തരാം. അതുപോലെ അമ്മിക്കല്ലും ആട്ടുകല്ലും കുത്താനുണ്ടോ? ഉണ്ടേൽ കൊത്തിത്തരാം എന്നൊക്കെ പറഞ്ഞ് താളാത്മകമായി കാറിക്കൂവി നടന്നിരുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. ഇന്നവർക്ക് വംശനാശം വന്നെന്ന് തോന്നുന്നു. അതുപോലെ ഇന്ന് മുക്കിന് നിന്ന് മുറുകിപ്പോയ കെട്ടുകൾ അഴിക്കാനുണ്ടോ? ഉണ്ടേൽ അഴിച്ചു തരാം എന്ന് പറഞ്ഞ് ചില കാവറുക്കുകൾ നിൽക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പത്തനംതിട്ട ജില്ലയിലാണ് ഇത്തരം കാവറുക്കുകളെ നമുക്ക് ധാരാളമായി കാണുവാൻ സാധിക്കുന്നത്. ഇവന്മാരെ സ്വയം വിശേഷിപ്പിക്കുന്നത് പ്രവാചകന്മാർ, അപ്പോസ്തലന്മാർ എന്നൊക്കെയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസികൾ ഉള്ള ജില്ല. അതുപോലെ ഏത് തട്ടിപ്പുകളിലും ആദ്യം പോയി തലവെച്ച് കൊടുക്കുന്ന ആളുകൾ ഏതെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ നിരീക്ഷണത്തിൽ പത്തനംതിട്ട ജില്ലക്കാരാണ്. ആത്മീയ തട്ടിപ്പുകളിലും സാമ്പത്തിക തട്ടിപ്പുകളിലും ഏറ്റവും കൂടുതൽ പെട്ടുപോകുന്നവരും ഈ ജില്ലക്കാരാണ്. ആർത്തിയും പരവേശവും കൊണ്ടാണോ എന്നറിയില്ല. ദയവായി പത്തനംതിട്ട ജില്ലക്കാർ ക്ഷമിക്കുക. പത്തനംതിട്ട ജില്ലയിൽ തന്നെ എത്രയെത്ര പൈശാചിക കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? അതുപോലെ പൊട്ടിയ സാമ്പത്തിക തട്ടിപ്പ് സ്ഥാപനങ്ങളും ഏറ്റവും കൂടുതൽ പത്തനംതിട്ട ജില്ലയിൽ ആയിരുന്നു. അതുപോലെ ഗോവിന്ദച്ചാമി പോലും ഞാൻ പ്രവാചകനാണ്, അപ്പോസ്തലനാണ് എന്നൊക്കെ പറഞ്ഞു പോയി പത്തനംതിട്ട ജില്ലയിൽ നിന്നാൽ അവന്റെ ചുറ്റിലും കുറഞ്ഞത് ഒരു 500 പെണ്ണുങ്ങളെങ്കിലും കയ്യും കൊട്ടി തുള്ളിച്ചാടി ഓടിക്കൂടും. അവർ സ്വോത്രകാഴ്ചയും ദശാംശവും വാരിയിട്ട് കൊടുക്കുകയും ചെയ്യും. ലെവനെ ഓർമ്മയില്ലേ? നമ്മുടെ ഗുണ്ടാസ്തോലിനെ അമറി വിളിച്ച് കൂവിപ്പൊളിച്ച് ഇന്ത്യയെ പന്നിയേരി വിമുക്ത രാജ്യമാക്കിയ മഹാനാണിവൻ. ഇവന്റെ അമർച്ച കേട്ട് രാജ്യത്തെ സകലമാന പന്നിയലികളും പേടിച്ച് രാജ്യം വിട്ട് അയൽ രാജ്യത്ത് അഭയം പ്രാപിച്ചു. ആ മുതലാണ് ഈ മുതൽ. കർക്കിടകമൊക്കെ ആയപ്പോൾ ഗുണ്ടാപ്രവാചകൻ വയറ്റിപ്പഴപ്പിന് പുതിയ നമ്പറുമായി ഇറങ്ങിയത് കാണുക. ഇപ്പോൾ ന്യൂജൻ ബാച്ചർമാർ മുഴുവൻ ലക്ഷ്യം വെക്കുന്നത് നേഴ്സുമാരെയാണ്. ഇവന്മാർ പറയുന്നത് നല്ലൊരു 10 നേഴ്സുമാരെ സൈസാക്കി കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നാണ്. കാരണം ആദ്യം അവർ രാജ്യം കടക്കുന്നത് വരെ വലിയ ടെൻഷനിൽ ആയിരിക്കും. വിദേശത്തേക്കുള്ള യാത്രയ്ക്ക് എന്തെങ്കിലും ചെറിയ തടസ്സം വരുമ്പോൾ അവർ ഓടി ഇത്തരം പൈശാചികദാസന്മാരുടെ പൈശാചിക കേന്ദ്രങ്ങളിൽ പോകും. അവന്മാർ സ്ഥിരം നടത്തുന്നത് പോലെ പല പല പ്രവചനങ്ങളും അവിടെ നടത്തും. പ്രോസസ്സിംഗ് എല്ലാം കഴിയുമ്പോൾ നഴ്സുമാർക്ക് സ്വാഭാവികമായും വിസ വരും. അവിടെ വിശ്വാസം ഈ കള്ളപ്പാച്ചർ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് തൻ്റെ തടസ്സങ്ങൾ കെട്ടുകളൊക്കെ അഴിഞ്ഞത് എന്നാണ്. കെട്ടുകൾ അഴിക്കുക എന്നാണ് ഇവന്മാർ ഇത്തരം പരിപാടികൾക്ക് പറയുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുന്ന നഴ്സുമാർക്ക് നമുക്കറിയാം ലക്ഷങ്ങളാണ് പ്രതിമാസ സാലറി. പലരോടും ഇവന്മാർ ആദ്യം തന്നെ പറയും നിന്റെ ആദ്യത്തെ ശമ്പളം ദൈവവിലയ്ക്ക് തരണമെന്ന്. പാവൻ നഴ്സുമാർ ദൈവകോപം പേടിച്ച് ആദ്യ ശമ്പളം 2-3 ലക്ഷം രൂപ ഈ കാവറുകികൾക്ക് അയച്ചു കൊടുക്കും. ഒരു 10 നഴ്സുമാരുണ്ടെങ്കിൽ എത്രയായി? മാത്രമല്ല എല്ലാ മാസവും ഇവർ കൃത്യമായി ദശാംശം അയച്ചു കൊടുക്കുകയും ചെയ്യും. എന്തിന്? കൂടുതൽ ഉന്നതി പ്രാപിക്കുവാൻ. 3 ലക്ഷത്തിന്റെ 10% എത്രയായി? 10ാം ക്ലാസ് 10 പ്രാവശ്യം എഴുതി കപ്പലണ്ടി കച്ചവടത്തിന് പോയാലും നീ രക്ഷപ്പെടത്തില്ല എന്ന് മുദ്ര കുത്തിവിട്ടവനാണ് ഈ കെണിവെച്ച് പണം പിടുങ്ങുന്നത് എന്നോർത്തോണം. ആദ്യം ഗുണ്ടാസ്തോലൻ വിദേശത്തേക്കുള്ള ആ വിസ സീൽ ചെയ്ത് കൊടുക്കുന്നത് കാണുക. അവന്റെ ആ കോൺഫിഡൻസും അഭ്യസ്തവിദ്യരായ മുണ്ണങ്ങളുടെ ആ ദയനീയതയും ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ എൻട്രി ആയിരുന്നു ഓഗസ്റ്റ് മാസം 8ാം മാസം ദൈവം ഒരു അത്ഭുതം സീലടിക്കുന്നു. 8ാം മാസം ദൈവം ഒന്ന് ചെയ്യും. റീപ്ലേസ് ചെയ്ത് കിട്ടേണ്ടത് കിട്ടാതെ പോയത്, വിസ അടിക്കാതെ പോയത്, അടിക്കേണ്ടതായിരുന്നു ലീഗൽ വിഷയം കാരണം അടിക്കാതെ പോയത് ദൈവം റിട്ടേൺ കാര്യങ്ങളിലേക്ക് തരും. ഒരു വിഷയം കൂടെ, ഞാൻ അതിലൊരു സീലടിച്ചു, ഇതിലൊരു സീലടിക്കാൻ പോവാ. ഇത് USA സീലായത്. ചൂസ് ചെയ്തെടുത്തോണം. 2 രാജ്യം അടിച്ചേക്കുന്നത്. അതുകൂടി ഇങ്ങെടുത്തു. അതുകൂടി അടിച്ച കാര്യം ഒന്നുകൂടെ അടിക്കാനുണ്ട്. അടിച്ചിട്ടുണ്ട്. എന്നാ 2 രാജ്യം അടിച്ചിട്ടുണ്ട്. ഒരു മെയില് നിങ്ങൾക്ക് വരും. മെയിലിൽ നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ മെയിൽ നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് അനുകൂലമായ ഒരു വിധി
ദൈവം കൊണ്ടുവരും. തീർന്നില്ല. നമുക്കിനി കെട്ടുകളഴിക്കൽ ശുശ്രൂഷ കാണാം. അമ്മമ്മമാർ ഒരു കാവർ അടുത്ത് കെട്ടുകളഴിക്കാൻ പോയി ക്യൂ നിൽക്കുന്നത് കാണുക. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കെട്ടിയെ അഴിക്കാൻ പോകുന്നവർ റിലീസ് ആകട്ടെ. അഴിക്കണോ? കെട്ടഴിക്കണോ? ആരിൽ ഒരാൾ ഓടി വന്ന് ജിനിച്ച ഓടി വന്നേ റോബിച്ച ഓടി വാ. ഇവരെ കൊണ്ട് ഇത് അഴിപ്പിക്കണം. ഓരോരുത്തരെ കൊണ്ട് ഇത് അഴിപ്പിക്കണം. ഇത് ഇങ്ങനെ അഴിപ്പിച്ച് അച്ഛൻ കെട്ടി കൊടുക്കണം. ചെല്ല് ഓരോരുത്തരോട്ട് ഈ പിതാവിന്റെ പുത്രന്റെ പേര് അഴിക്കേണ്ടത് പറ. അഴിയേണ്ടത് അടുത്താളെ കൊടുക്ക. യേശുവിന്റെ റോബിച്ച ഇങ്ങോട്ട് നോക്കിക്കേ. റോബിൻ നിങ്ങൾ ശുശ്രൂഷയിലേക്ക് കയറി. പത്തനംതിട്ടയിലുള്ള മുണ്ടകളെ ഈ പേക്കലാക്കനിലൂടെയാണോ ദൈവാത്മാവ് പ്രവർത്തിക്കുന്നത്? ഇവൻ ഇന്നലെ രാത്രി കത്തിച്ചു വലിച്ച നീലച്ചടയന്റെ കെട്ടുവിടാതെ കാണിക്കുന്ന പേക്കുത്താണിതെന്ന് ദയവായി മനസ്സിലാക്കുക. വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം അന്ത്യകാല സൂചനകളായി നമുക്ക് മനസ്സിലാക്കാം. ഇവൻ പറയുന്നത് പോലെയല്ല. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകളാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനങ്ങൾ. ഇതിനെ നമ്മൾക്ക് അന്ത്യകാല സംഭവങ്ങളെന്നോ അന്ത്യകാല അടയാളങ്ങളെന്നോ വിളിക്കാവുന്നതാണ്. ഈ പ്രവചനങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിലെ പല അധ്യായങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അവൻ്റെ വരവിൻ്റെ കൃത്യമായ ദിവസമോ സമയമോ പ്രവചിക്കുവാൻ മനുഷ്യനാൽ സാധ്യമല്ല എന്ന് നാം മനസ്സിലാക്കുക. കാരണം ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല എന്ന് നമുക്ക് വിശുദ്ധ മത്തായിയുടെ 24-ാം അധ്യായം 36-ാം വാക്യത്തിൽ വായിക്കുവാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പായി ഈ ഭൂമിയിൽ സംഭവിക്കുവാനിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെ നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കുവാൻ സാധിക്കും. ഇവ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ അടുക്കവാതുക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിനെന്നും മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 33-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. നിങ്ങളുടെ വീണ്ടെടുപ്പെടുത്തു വരുന്നത് കൊണ്ട് നിവർന്ന് തലപൊക്കുവിൻ എന്നും ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കും. ദൈവരാജ്യം അടുത്തിരിക്കുന്നു എന്ന് ഗ്രഹിപ്പിൻ എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അന്ത്യകാലത്തെക്കുറിച്ചുള്ള നമ്മുടെ കർത്താവിന്റെ പ്രവചനങ്ങൾ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 3 മുതൽ 44 വരെയും മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 3 മുതൽ 33 വരെയും ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 7 മുതൽ 36 വരെയും ഉള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ ലക്ഷണം മനുഷ്യപാണികളാൽ നിർമ്മിതമായ പള്ളികളെല്ലാം തകർക്കപ്പെടും എന്നാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ അത് കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. യേശുക്രിസ്തുവും ശിഷ്യന്മാരും യെരുശലേം ദേവാലയം വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ അതിന്റെ മനോഹരമായ പണിയിലേക്ക് ശിഷ്യന്മാർ അവന്റെ ശ്രദ്ധയെ തിരിച്ചു. എന്നാൽ അവർ പ്രതീക്ഷിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് യേശുക്രിസ്തു അതിനോട് പ്രതികരിച്ചത്. ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ലിവിടെ ശേഷിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്നായിരുന്നു യേശുക്രിസ്തുവിന്റെ പ്രതികരണം. അതായത് യെരുശലേം ദേവാലയം പൂർണ്ണമായും തകർക്കപ്പെടുന്ന ഒരു കാലം വരുന്നു എന്ന് യേശു പ്രവചിക്കുകയാണ്. ശലോമോൻ പണി കഴിപ്പിച്ച ഒന്നാമത്തെ യെരുശലേം ദേവാലയം ബാബിലോൺ സാമ്രാജ്യത്തിന്റെ ആക്രമണകാലത്ത് തകർക്കപ്പെട്ട ചരിത്രം ശിഷ്യന്മാർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കണം. അതിനാൽ വീണ്ടും ഒരിക്കൽ കൂടി അത് തകർക്കപ്പെടുവാനുള്ള സാധ്യത അവർക്ക് തള്ളിക്കളയുവാൻ കഴിയുകയില്ല. അന്ത്യകാലത്തിന്റെ മറ്റൊരു അടയാളമായി യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് ശ്രദ്ധിക്കുക. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അതായത് വഞ്ചനയുടെ ആത്മാവിന്റെ വ്യാപകമായ സാന്നിധ്യമാണ് അന്ത്യകാലത്തിന്റെ പ്രധാന ലക്ഷണം. അവരുടെ വഞ്ചന പ്രധാനമായും യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് ഉള്ളതായിരിക്കും. അവൻ തുടർന്ന് പറഞ്ഞു, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എൻ്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും എന്ന് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ പറയുന്നു. ക്രിസ്തുവാണെന്ന് പറഞ്ഞുകൊണ്ട് അനേകർ വരുമെന്ന് മത്തായി പറയുമ്പോൾ മർക്കോസും ലൂക്കോസും പറയുന്നത് ഞാനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അനേകർ വരും എന്നാണ്. ഇതിനാൽ ആരും നമ്മളെ വഞ്ചിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്നാണ് യേശുക്രിസ്തു നമുക്ക് നൽകുന്ന ആ മുന്നറിയിപ്പ്. മറ്റൊരു അന്ത്യകാല അടയാളം ചരിത്രത്തിൽ മുമ്പുണ്ടായിട്ടില്ലാത്ത വിധം അധികം യുദ്ധങ്ങളും ക്ഷാമവും അന്ത്യകാലത്തുണ്ടാകും എന്നതാണ്. മനുഷ്യന് നിയന്ത്രിക്കുവാൻ കഴിയാത്ത മഹാരോഗങ്ങളുടെ ഒരു കാലമായിരിക്കും അത്. ആഭ്യന്തര കലാപങ്ങളും ഭൂകമ്പങ്ങളും വർദ്ധിച്ചു വരും. എന്നാൽ ഈ യുദ്ധങ്ങളുടെ മധ്യത്തിൽ സമാധാനത്തിനായുള്ള ശ്രമങ്ങളും വർദ്ധിച്ചു വരും എന്ന് അപ്പോസ്തലനായ പൗലോസ് 1 തെസലോനിക്കർ 5:3 പറയുന്നു. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റൊഴിയാനാവതുമില്ല.
മാനവചരിത്രത്തിൽ സമാധാനത്തിനായുള്ള ശ്രമങ്ങൾ ഇത്രമാത്രം നടക്കുന്ന മറ്റൊരു കാലവും ഉണ്ടായിട്ടില്ല. രാജ്യങ്ങളും മതങ്ങളും തമ്മിൽ സമാധാന കരാറുകൾ ഉണ്ടാക്കുന്നു എങ്കിലും സമാധാനം സൃഷ്ടിക്കുവാൻ മാത്രം കഴിയുകയുമില്ല. അതുകൊണ്ട് ഇത്തരം കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.